2 ഷർട്ടിന് വെറും 740 രൂപയുള്ളൂ. 740 രൂപ രണ്ടെണ്ണത്തിനോ? ആ അതെ ചേട്ടാ, ഈ ലേഡീസിനുള്ള ഐറ്റംസ് ഉണ്ടോ? ഇത് കണ്ടോ, ഏറ്റവും പുതിയ ചുരിദാർ സെറ്റുകൾ, നല്ല ക്വാളിറ്റി, അഫോർഡബിൾ പ്രൈസ്. നൈസ്. അങ്ങനെ സോൾട്ട് ഫാഷനിൽ എല്ലാ ഓഫറാണ്. ദ സോൾട്ട് ഫാഷൻ നിയർ ശ്രീനാരായണ ഹാൾ, ചുള്ളിക്കൽ, കൊച്ചി. കാലടിയിലെ ഗതാഗതക്കുരുക്ക്, ഭാരവാഹനങ്ങൾ നിരോധിക്കണമെന്ന് CPI. കാലടിപ്പാലത്തിൽ രൂപപ്പെടുന്ന കുഴി മൂലം രൂക്ഷമായ ഗതാഗതക്കുരുക്ക് നേരിടുന്ന കാലടി ശ്രീശങ്കര പാലത്തിൽ ഭാരവാഹനങ്ങൾ നിരോധിക്കണമെന്ന് CPI കാലടി ലോക്കൽ സെക്രട്ടറി ഗോപകുമാർ കാരിക്കോട്. കഴിഞ്ഞ കുറെ നാളുകളായി അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് കാലടിയിൽ അനുഭവപ്പെടുന്നത്. നിരവധി തവണ കാലടി ശ്രീശങ്കര പാലം അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും മഴ പെയ്യുമ്പോൾ പാലത്തിന് സമീപവും പാലത്തിലും കുഴികൾ രൂപപ്പെടുന്ന സ്ഥിതിയാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കും കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് പോകുന്നവരും അടക്കം ഇതുമൂലം വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. കാലടി ടൗണിലും പരിസരങ്ങളിലും വലിയ കുഴികൾ രൂപപ്പെട്ടിട്ട് ആഴ്ചകളായി. എന്നാൽ യാതൊരുവിധ നടപടികളും സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. കാലടി ടൗൺ റെസിഡൻസ് അസോസിയേഷൻ മുൻകൈയെടുത്ത് ടൗണിൽ മീഡിയനുകൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ അധികൃതരുടെ അശ്രദ്ധ മൂലം ഈ മീഡിയനുകൾ എല്ലാം തന്നെ ഇല്ലാതായി. കാലടി പാലത്തിൽ ഗതാഗത തടസ്സം ഉണ്ടാകാനുള്ള പ്രധാന കാരണം പാലത്തിന്റെ ബലക്ഷയവും അമിതഭാരം കയറ്റിവരുന്ന വാഹനങ്ങളുമാണ്. വലിയ ഭാരം താങ്ങാനുള്ള ശേഷി നിലവിൽ കാലടി പാലത്തിനില്ല. കാലടിയിൽ സമാന്തരമായി പണിയുന്ന പുതിയ പാലത്തിന്റെ പ്രവൃത്തികൾ നടന്നുവരികയാണ്. അടുത്ത വർഷത്തോടെ പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് PWD അറിയിച്ചിരിക്കുന്നത്. എത്രയും വേഗത്തിൽ ഈ പാലം പണി പൂർത്തിയാക്കണം എന്നും ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ള കുഴികൾ അടിയന്തിരമായി അടക്കണമെന്നും പുതിയ പാലം വരുന്നതുവരെ കാലടി പാലത്തിലൂടെ 6 വീലിന് മുകളിലുള്ള ഭാരവാഹനങ്ങളും ട്രെയിലറുകളുടെയും ഗതാഗതം നിരോധിക്കണമെന്നും CPI ആവശ്യപ്പെട്ടു. മുഴുവൻ സമയവും നിരോധനം നടപ്പിലാക്കാൻ കഴിയില്ലെങ്കിൽ രാവിലെ 6 മുതൽ രാത്രി 9 മണി വരെയെങ്കിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും ഇത് സംബന്ധിച്ച് PWD മന്ത്രിക്ക് പരാതി നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാലടി.